ഹേ ഗായ്സ്, നമുക്കിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പഠിക്കാം. രണ്ട് ടൈപ്പ് മാർക്കറ്റ് സ്ട്രക്ചറാണ് ഉള്ളത്. ഒന്ന് ബുള്ളിഷും ഒന്ന് ബിയറിഷും. ബുള്ളിഷിൽ എപ്പോഴും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും. ആ ഹയർ ഹൈ എപ്പോഴാണ് ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ ഹയർ ഹൈ ഉണ്ടാക്കുന്നത്. അങ്ങനെ പുതിയ പുതിയ ഹയർ ഹൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ട്രക്ചറിനാണ് നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഹയർ ഹൈ ആണ്, അത് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ, അത് കഴിഞ്ഞ് അത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് പുതിയൊരു ഹയർ ഹൈ ഉണ്ടാക്കി, ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, പിന്നെ ഒന്ന് പ്രൈസ് എക്സോസ്റ്റ് ചെയ്തൊരു ഹയർ ലോ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പ്രൈസ് വീണ്ടും കൂടി ഒരു ഹയർ ഹൈ ഉണ്ടാക്കി. പക്ഷേ ഇത് വരുന്നില്ല. ഇതൊരു പുതിയ ഹയർ ഹൈ, ഇവിടുന്ന് പുതിയ ഹയർ ഹൈ, ഇവിടെ താഴെ ഹയർ ലോ, നെക്സ്റ്റ് ഹയർ ലോ. ഇത് ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, പ്രൈസ് എക്സോസ്റ്റ് ചെയ്ത് വീണ്ടും പുഷ് ചെയ്ത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നൊരു ഹയർ ഹൈ ഉണ്ടാക്കി, വീണ്ടും പ്രൈസ് എക്സോസ്റ്റ് ചെയ്ത് ഹയർ ലോ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് ഒരു ഹയർ ഹൈ ഉണ്ടാക്കുന്നതാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലോവർ ലോ ഉണ്ടാക്കി, വീണ്ടും ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലോവർ ലോ ഉണ്ടാക്കി പോകുന്നതാണ് ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇതാണ് ഒരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത് മെയിൻ സ്ട്രക്ചർ ആയിരിക്കും. ഇതിൻ്റെ ഓരോ ഇതിലും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ്. എല്ലാ സ്ട്രക്ചറിലും മെയിൻ സ്ട്രക്ചറും ഉണ്ടാവും, ഇൻറ്റേർണൽ സ്ട്രക്ചറും ഉണ്ടാവും. ഇൻ കേസ് ഓഫ് ബോത്ത് ബുള്ളിഷിലും ബിയറിഷിലും ഇവിടെയും ഇതേപോലെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് റിയൽ ടൈം ചാർട്ട്സിൽ നോക്കിയാൽ ഇതൊരു ബുള്ളിഷ് മാർക്കറ്റാണ്. ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, പിന്നെ പ്രൈസ് എക്സോസ്റ്റ് ചെയ്ത് ലോ ഉണ്ടാക്കി, വീണ്ടും പുഷ് ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന് ഇതാണ് ഇതിൻ്റെ മെയിൻ സ്ട്രക്ചർ. ഇവിടെ നമ്മളുണ്ടാക്കി, ഇവിടെ അടുത്ത ഹൈ ഉണ്ടാക്കി, വീണ്ടും എക്സോസ്റ്റ് ചെയ്ത് ഹൈ ഉണ്ടാക്കി, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വേറെ ചെറിയ പ്രൈസിൻ്റെ പാറ്റേൺസ് കാണാം. ഇതൊക്കെയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇതിനാണ് ഇവിടുത്തെ ഉണ്ടാക്കി, വീണ്ടും ലോ ഉണ്ടാക്കി, വീണ്ടും ഹൈ ഉണ്ടാക്കി, വീണ്ടും ലോ ആക്കി, പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയി, വീണ്ടും എക്സോസ്റ്റ് ചെയ്ത് നമുക്ക് കാണാം. മെയിൻ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നതും മെയിനായിട്ട് പോകുന്നത് മെയിൻ സ്ട്രക്ചറും. ഈ സെയിം സെനാറിയോ തന്നെ ബുള്ളിഷ് മാർക്കറ്റിലുണ്ടാവും. ഇതാണ് മെയിൻ സ്ട്രക്ചർ. ഒരു ലോ, ഒരു ഹയർ ലോ അല്ല ലോവർ ഹൈ ഉണ്ടാക്കി, അത് ബ്രേക്ക് ചെയ്ത് ലോവർ ലോ ആക്കി, വീണ്ടും ലോവർ ഹൈ, വീണ്ടും ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഇൻറ്റേർണൽ ഇല്ല, വീണ്ടും ഇവിടെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇൻറ്റേർണൽ സ്ട്രക്ചറും എക്സ്റ്റേർണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് മെയിൻ സ്ട്രക്ചർ. മെയിൻ സ്ട്രക്ചറിൽ ഹയർ ലോ ഉണ്ടാക്കും, വീണ്ടും ഹയർ ഹൈ. ഇതിൻ്റെ ഈ മെയിൻ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ഹയർ ഹൈയും ഹയർ ലോയും നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നു.
ഇതാണ് സിമ്പിളായിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കിയത്.